ഹായ് ഫ്രണ്ട്സ്, അപ്പം വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തമാമിലെത്തിയിരിക്കുകയാണ്. ഇരട്ടോട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. അപ്പം കുഴിമന്തിയാണ് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുഴിമന്തിയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൂസ് ഇങ്ങനെ ഒന്ന് മടുപ്പായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ചിലവ് സത്യത്തിൽ ആരോണിൻ്റെ വകയാണ് കേട്ടോ. ആരോണാണ് ഇന്നത്തെ ചിലവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് വലിയൊരു സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മൂത്ത മകൻ വെച്ചാൽ അവന് ചെറിയ ചെറിയ നിക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അവൻ ഇടയ്ക്ക് എൻ്റെ കൂടെ വർക്കിനൊക്കെ വരും. അവന് ചെറിയ പോക്കറ്റ് മണിയൊക്കെ അവൻ സൂക്ഷിച്ച് സേവ് ചെയ്ത് വെക്കും. അങ്ങനെ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയപ്പോൾ അവൻ പറഞ്ഞു ഇന്ന് അവൻ്റെ ചിലവാണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വളരെ അത്ഭുതമായിപ്പോയി കേട്ടോ. എന്നാൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ തന്നെ പ്ലേറ്റൊക്കെ വന്നു, മയോണൈസൊക്കെ വന്നു. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തണുപ്പ് കൊണ്ട് ഇങ്ങനെ സെറ്ററൊക്കെ ഇട്ട് ഇങ്ങനെ മോടിയിരിക്കുകയാണ് കേട്ടോ. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മകൻ്റെ ചിലവ് അല്ലേ, ഇതിൽ കൂടുതൽ എന്താണ് സന്തോഷം, എന്താഘോഷം. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുഴിമന്തിക്ക് വേണ്ടി. ആരോണിങ്ങനെ വളരെ ഹാപ്പിയാണ്. അവന് ചെറിയ അഭിമാനമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അപ്പൂസ് ഇങ്ങനെ വളരെ നോക്കിയിരുന്ന് മടുത്തു. അങ്ങനെ ഞങ്ങളിങ്ങനെ ടിൻറ്റു പിന്നെ അപ്പോഴും യൂട്യൂബ് നോക്കി സബ്സ്ക്രൈബർ കൂടുന്നുണ്ടോ എന്നൊക്കെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ദേണ്ട കുഴിമന്തി വന്നിരിക്കുകയാണ്. അങ്ങനെ കുഴിമന്തി എത്തിയിരിക്കുന്നു. ഞങ്ങളിങ്ങനെ പ്ലേറ്റൊക്കെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്തു. പുള്ളി നല്ല സെറ്റാക്കി കുഴിമന്തി കൊണ്ടുവന്നു. അപ്പൂസിനാണെങ്കിൽ ഒട്ടും ക്ഷമയില്ല. സത്യത്തിൽ ശരിക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ചൂട് കുഴിമന്തി ദേണ്ട എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി സെർവ് ചെയ്യണം. സെർവ് ചെയ്യുന്നത് മറ്റാരുമല്ല, വീട്ടിലെ പോലെ തന്നെ ടിൻറ്റുവാണ്. അവളാണ്ട് കുറേ നേരം അപ്പൂസിൻ്റെ ഡയലോഗൊക്കെ കേട്ടു. അതെല്ലാം കേട്ട് ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന നമ്മുടെ അപ്പൂസിന് തന്നെ കുഴിമന്തി വിളമ്പി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ആരോണിന് വിളമ്പുന്നുണ്ട്. അപ്പൂസിൻ്റെ മയോണൈസൊക്കെ ഒഴിച്ച് കൊടുത്തു. അവൻ നല്ല വിശപ്പുണ്ടായിരുന്നു അവന് കേട്ടോ. അവനിങ്ങനെ കാത്തിരിക്കുമ്പോൾ പറഞ്ഞു മതി, വീഡിയോ എടുത്തത് മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ എടുക്കണമല്ലോ. അങ്ങനെ ടിൻറ്റു എല്ലാവർക്കും വിളമ്പി. അങ്ങനെ ലാസ്റ്റ് അവൾക്ക് വിളമ്പുന്ന വീട്ടിലാണെങ്കിലും എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാണല്ലോ അവൾ ലാസ്റ്റ് കഴിക്കുന്നത്. ആ ഒരു പ്രവണത എന്നും മുടക്കിയില്ല. അങ്ങനെ അവൾ ലാസ്റ്റ് അവൾക്കുള്ള കുഴിമന്തിയൊക്കെ വിളമ്പി ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എന്നാണെങ്കിലും സൂപ്പറായിരുന്നു. നല്ല ചൂട് കുഴിമന്തി. എല്ലാവർക്കും നല്ല വിശപ്പായതിനാൽ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ അധികം സമയമൊന്നും എടുക്കാതെ ഞങ്ങൾ ഫുള്ള് കാലിയാക്കി. അപ്പോസും ഹാപ്പി. അങ്ങനെ ബില്ലൊക്കെ വന്നു. എൻ്റെ അഭിമാനത്തോടു കൂടി അഹങ്കാരത്തോടു കൂടിയൊക്കെ എൻ്റെ ബില്ലൊക്കെ നോക്കി അടച്ചു വെച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പതിയെ ഇറങ്ങിയാണ് കേട്ടോ. അപ്പം വളരെ ഹാപ്പിയായിരുന്നു. എല്ലാവരുടെയും മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. ഞങ്ങൾ ബില്ല് എൻ്റെ ആരോൺ തന്നെയാണ് പേ ചെയ്യുന്നത്. അങ്ങനെ ബില്ലൊക്കെ കൊടുത്തു. ഞങ്ങൾ എൻ്റെ പുറത്തിറങ്ങി. അപ്പോൾ വളരെ ഹാപ്പിയായ നിമിഷങ്ങളായിരുന്നു ഈ വെഡ്ഡിങ് ആനിവേഴ്സറി. ഞങ്ങൾ ചെറിയ രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ആഘോഷിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.